ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർലോഡിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു സിംഗിൾ സർക്യൂട്ടിലോട്ട് ഹൈ പവർ ഉള്ള അപ്ലയൻസസ് അല്ലെങ്കിൽ കുറേ അപ്ലയൻസസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ ഡിസൈൻ ചെയ്തതിനേക്കാളും കൂടുതൽ കറണ്ട് അവിടെ ഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ലൈവ് വയറും അതുപോലെ തന്നെ ന്യൂട്രൽ വയറും വന്നിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസിലും എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ആണ് ഉണ്ടാവുന്നത്. ഇത് ഫയറിനൊക്കെ കാരണമാകും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Overloading occurs when too many appliances or a very high power appliance is connected to a single circuit, drawing more current than the circuit is designed for. A short circuit occurs when the live wire and the neutral wire come into direct contact with each other. Both situations cause an excessive flow of current. This can lead to overheating of wires and cause a fire. Question: explain why transmitting power at high voltage is more efficient. High voltage power transmit ചെയ്യുന്നത് efficient ആണെന്ന് പറയാൻ കാരണം എന്താണ്? ട്രാൻസ്മിഷൻ സമയത്തുണ്ടാവുന്ന പവർ ലോസ് എന്ന് പറയുന്നത് വയറിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് മൂലമാണ്. അതായത് പവർ ലോസ് എന്ന് പറയുന്നത് I² × R ആണ്. I പറയുന്നത് കറന്റ്, R പറയുന്നത് റെസിസ്റ്റൻസ്. ഇനി പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = V × I ആണ്. അതായത് കറന്റ് വന്നിട്ട് വോൾട്ടേജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഹൈ വോൾട്ടേജിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ലോസ് പറയുന്നത് കറന്റിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അവിടെ കുറച്ച് കറന്റ് ആയിരിക്കും ലോസ് ആവുന്നത്. അതായത് എനർജി ലോസ് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Power loss during transmission is mainly due to heating effect in the wires given by the formula P loss = I² R. Power transmitted is given by P = V × I. This means for a given amount of power, current is inversely proportional to voltage. By transmitting at very high voltage, the current becomes very small. Since the loss is proportional to the square of the current, a small current leads to a very large reduction in energy loss. Question: a step-down transformer is used to operate a 12-volt bulb from a 240-volt AC supply. If the primary coil has 2000 turns, how many turns should the secondary coil have? 240-volt AC സപ്ലൈയിൽ നിന്നും 12-volt ബൾബ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ 2000 ടേൺസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി കോയിലിൽ എത്ര ടേൺസ് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് വി പി പറയുന്നത് പ്രൈമറി കോയിലിന്റെ വോൾട്ടേജ് 240 വോൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ VS സെക്കൻഡറി കോയിലിന്റെ വോൾട്ടേജ് 12 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രൈമറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് അതായത് NP പറയുന്നത് 2000 ടേൺസ് ആണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ അറിയാം. VS/VP = NS/NP. അപ്പോൾ നമുക്ക് മേൽ തന്നിരിക്കുന്ന വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 12/240 = NS/2000 ആണ്. ഇതിന് നമുക്ക് NS കണ്ടുപിടിക്കണം, അതായത് സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ NS = 12/40 × 2000 ആണ് വരിക. അതിൽ 12/240 നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/20 × 2000 കിട്ടും. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ആണ് ആൻസർ വരിക. അപ്പോൾ സെക്കൻഡറി കോയിലിനകത്ത് 100 ടേൺസ് ആണ് ഉള്ളത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: why can't a transformer be used with a DC power source like a battery? ബാറ്ററി പോലെയുള്ള DC പവർ സോഴ്സ് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി കോയിലിൽ കറന്റ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആവശ്യമാണ്. ഒരു DC സോഴ്സ് വന്നിട്ട് കോൺസ്റ്റന്റ് കറന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇത് വന്നിട്ട് സ്റ്റഡി ആയിട്ടുള്ള അൺചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി കോയിലിനകത്ത് ഒരു കറണ്ടും ഇൻഡ്യൂസ് ചെയ്യില്ല, അതായത് ട്രാൻസ്ഫോമർ വർക്ക് ആവില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
A transformer operates on the principle of mutual induction. Mutual induction requires a continuously changing magnetic field to induce a current in the secondary coil. A DC source provides a constant current which produces a steady, unchanging magnetic field. Therefore, no current will be induced in the secondary coil and the transformer will not work. Question: what is the difference between an MCB and an ELCB? MCBയും ELCBയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ MCB പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ വന്നിട്ട് ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്സ് മൂലം ഉണ്ടാവുന്ന ഓവർ കറൻസിൽ നിന്നും സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേസമയം ELCB അതായത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ RCCB വന്നിട്ട് ഇലക്ട്രിക് ഷോക്സിൽ നിന്നും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത് വന്നിട്ട് ELCB വന്നിട്ട് എർത്തിലോട്ട് പോകുന്ന ചെറിയ കറന്റ് ലീക്കേജ് അടക്കം ഡിറ്റക്ട് ചെയ്യുന്നു. ഇപ്പൊ രണ്ടും മോഡേൺ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഡിവൈസസ് ആണ്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. An MCB miniature circuit breaker protects the circuit from overcurrents such as those caused by overloading or short circuits. An ELCB, that is earth leakage circuit breaker, or RCCB, protects people from electric shocks. It detects very small leakage currents to the earth which may happen due to faulty insulation. Both are important safety devices in a modern household circuit. Question: a device is rated 1150 watt 230 volt. What is the amperage of the fuse that should be used for this device? ഒരു ഡിവൈസ് 1150 വാട്ടും അതുപോലെ 230 വോൾട്ടും റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാവുന്ന ഫ്യൂസിന്റെ ആംപറേജ് എത്രയാണെന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്ത് കറണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പൊ ഇതിന് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് എന്ന് പറയുന്നത് പവർ ബൈ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് പവർ എന്ന് പറയുന്നത് 1150 വാട്ട് ആണ്, അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അപ്പൊ ഇത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1150 ഡിവൈഡ് ബൈ 230 ആണ്. അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ആംപിയർ ആണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. അപ്പൊ ഒരു ഫ്യൂസിനകത്തുള്ള ആംപറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കറണ്ടിനേക്കാളും കുറച്ചും കൂടി ഹയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ആംപിയർ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ഹയർ ആയിട്ടുള്ള 6 ആംപറേജ് എടുക്കാവുന്നതാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: what is the right hand rule in the context of a generator? ജനറേറ്ററിന്റെ കോണ്ടെക്സ്റ്റിൽ റൈറ്റ് ഹാൻഡ് റൂൾ പറഞ്ഞാൽ എന്താണ്? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ജനറേറ്ററിലുള്ള ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ നമ്മുടെ റൈറ്റ് ഹാൻഡിലുള്ള തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറൊക്കെ റൈറ്റ് ആംഗിളിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തമ്പ് വന്നിട്ട് കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ ആയിരിക്കും പോയിന്റ് ചെയ്യുക. അതേസമയം ഫോർ ഫിംഗർ വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. പിന്നെ മിഡിൽ ഫിംഗർ വന്നിട്ട് ഇൻഡ്യൂസ്ഡ് കറന്റ് ഡയറക്ഷൻ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Fleming's right hand rule is used to find the direction of the induced current in a generator. If you hold the thumb, forefinger and middle finger of your right hand at right angles to each other, the thumb points in the direction of the motion of the current. The forefinger points in the direction of the magnetic field, that is from north to south. Then the middle finger will point in the direction of the induced current. Question: why is the earth pin in a 3-pin plug longer and thicker than the other 2 pins? എന്തുകൊണ്ടാണ് 3-പിൻ പ്ലഗിൽ എർത്ത് പിന്ന് മറ്റു പിൻസിനെക്കാളും ലോങ്ങറും തിക്കറും ആവാൻ കാരണം? എർത്ത് പിന്ന് വന്നിട്ട് ലോങ്ങർ ആവാൻ കാരണം പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്നത് എർത്ത് പിൻ ആവാനാണ്. അതേസമയം അൺപ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുന്നതും എർത്ത് പിൻ ആവാനാണ്. ഇത് എന്തിനാ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പവറിന് കണക്ട് ചെയ്യുന്ന മുമ്പ് തന്നെ അപ്ലയൻസസ് എർത്തിലോട്ട് കണക്ട് ചെയ്യാനാണ്. ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷറാണ്. അതേസമയം എർത്ത് പിന്ന് തിക്കർ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ ഈ ഒരു പിന്ന് വന്നിട്ട് ലൈവിലോ അല്ലെങ്കിൽ ന്യൂട്രൽ സോക്കറ്റ്സിൽ ഇൻസേർട്ട് ചെയ്യാണ്ടിരിക്കാനാണ്. ഈ ഒരു ഡിസൈൻ വന്നിട്ട് യൂസറിന് മാക്സിമം സേഫ്റ്റിയാണ് എൻഷുർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The earth pin is made longer so that it is the first to make contact when plugging in and the last to disconnect when unplugging. This ensures that the appliance is earthed before the power is connected, providing a crucial safety measure.
It is made thicker so that it cannot be accidentally inserted into the live or neutral sockets. This design ensures maximum safety for the user. Question: What is the function of the brushes in a generator? Generatoril brushes inde function എന്താണ്? ബ്രഷസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി കമ്പോണൻസ് ആണ്. ഇത് കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് വന്നിട്ട് ജനറേറ്ററിന്റെ റൊട്ടേറ്റിംഗ് പാർട്സ് ആയിട്ടുള്ള സ്ലിപ്പ് റിംഗ്സ് അതുപോലെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആർമേച്ചർ കോയിൽ നിന്നുള്ള ഇലക്ട്രിക് കറന്റ് എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കണ്ടക്ട് ചെയ്യുക എന്നാണ്. അപ്പൊ ഇതുമൂലം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ട്രിക് കണക്ഷൻ ആണ് അവിടെ പ്രൊവൈഡ് ആവുന്നത്. അതോടൊപ്പം തന്നെ ആർമേച്ചറിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനും ഇത് അലോ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Brushes are typically made of carbon. They are stationary components that make contact with the rotating parts of the generator, slip rings or split ring commutator. Their function is to conduct the electric current from the rotating armature coil to the stationary external circuit. They provide a continuous electrical connection while allowing the armature to rotate freely. Question: What would happen if the armature of a DC generator was kept stationary and the field magnet was rotated? DC ജനറേറ്ററിന്റെ ആർമേച്ചർ സ്റ്റേഷനറി ആയി വെച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോയിലിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ ആണ്. അപ്പൊ അവിടെ കോയിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റ് ആണോ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കുന്നില്ല. അപ്പൊ ഒരു ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനറി ആർമേച്ചറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ചേഞ്ച് ചെയ്യും. അപ്പൊ ഇത് വന്നിട്ട് ആർമേച്ചറിലോട്ട് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ മൂലം ഔട്ട്പുട്ട് എപ്പോഴും ഡയറക്റ്റീവ് കറന്റിനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The working principle of a generator is the relative motion between the coil and the magnetic field. It does not matter whether the coil rotates or the magnet rotates. If the field magnet is rotated, the magnetic flux linked with the stationary armature will still change. This will induce an AC in the armature, and because of the split ring commutator, the output will still be DC. Subscribe to this channel for more videos like this. Question: What is the significance of the soft iron core in an electromagnet or transformer? Electromagnet അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിലുള്ള സോഫ്റ്റ് അയൺ കോറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇതിനർത്ഥം ഇത് പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസ്ഡ് ആവും. അപ്പൊ ഇത് വന്നിട്ട് കറന്റ് ക്യാരി ചെയ്യുന്ന ഒരു കോയിലിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ഈ സോഫ്റ്റ് അയൺ കോർ മാറും. ഇത് വന്നിട്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇലക്ട്രോമാഗ്നറ്റ്സിനെ പവർഫുൾ ആക്കുകയും അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിനെ എഫിഷ്യന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോഫ്റ്റ് അയൺ ഈസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി ഈസിലി മാഗ്നറ്റൈസ്ഡ്. When placed inside a coil carrying a current, it becomes a strong temporary magnet. It greatly strengthens and concentrates the magnetic field produced by the coil. This makes electromagnets more powerful and transformers more efficient. Question: What happens to the current in a transformer when the voltage is stepped up? വോൾട്ടേജ് സ്റ്റെപ്ഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോമറിലുള്ള കറന്റിന് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമറിൽ പവർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പവർ ഇന്നും പവർ ഔട്ടും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വോൾട്ടേജിന്റെയും കറന്റിന്റെയും പ്രൊഡക്റ്റ് എന്നാണ്. അതായത് ഇപ്പോൾ ഒരു വോൾട്ടേജ് സ്റ്റെപ്ഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് വന്നിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അത് കറന്റ് ഡിക്രീസ് ചെയ്യണം. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ പവർ സെയിം ആക്കാനാണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് പവർ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In an ideal transformer, the power remains constant, that is power in equal to power out. Power is a product of voltage and current, that is P equal to V into I. So, if the voltage is stepped up, that is increased, the current must be stepped down, that is decreased, proportionally to keep the power the same. This is the principle used in power transmissions. Question: What is the energy transformation in a hydroelectric power station? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഇപ്പോൾ ഡാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും.
അപ്പോൾ ഈ വാട്ടർ താഴോട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അതായത് പെൻസ്റ്റോക്ക് പൈപ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി വന്നിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടർ വന്നിട്ട് ടർബൈൻ്റെ ബ്ലേഡ്സിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഈ ഒരു കൈനറ്റിക് എനർജി മാറിയിട്ട് റൊട്ടേഷണൽ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടർബൈനൊക്കെ ജനറേറ്റർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഒരു മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The process involves several energy transformations. First, the water stored at a height in a dam has potential energy. As the water flows down through penstock pipes, its potential energy is converted into kinetic energy. This fast flowing water turns the blades of a turbine, converting kinetic energy into rotational mechanical energy. The turbine is connected to a generator which converts this mechanical energy into electrical energy. Question: What is the physical principle behind a split ring commutator's function? Split ring commutator's functionന്റെ പിന്നിലുള്ള ഫിസിക്കൽ പ്രിൻസിപ്പൽ എന്താണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വന്നിട്ട് ഒരു മെക്കാനിക്കൽ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോയിലിനകത്ത് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കറന്റ് ഡയറക്ഷൻ ഓരോ ഹാഫ് ടേണിലും റിവേഴ്സ് ചെയ്യുന്നു. ഇപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്പ്യൂട്ടർ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഈ കോയിലിനകത്തുള്ള കറന്റ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ സർക്യൂട്ടിനകത്തുള്ള കണക്ഷനും ഇതുപോലെ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആക്ഷൻ എന്താ ഇൻഷുർ ചെയ്യുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ സർക്യൂട്ടിനകത്തുള്ള കറന്റ് സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ അവിടെ ഒരു ഡയറക്റ്റ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The split ring commutator acts as a mechanical switch. As the armature coil rotates, the direction of the induced current in the coil reverses every half turn. The split ring commutator is arranged such that just as the current in the coil reverses, the connection to the external circuit are also swapped. This action ensures that the current in the external circuit always flows in the same direction, thus producing direct current. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.